നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഭക്തലക്ഷങ്ങളുടെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് നാളെ വിരാമമാകും. ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും നാളെ കൺതുറക്കുന്നത് പൊങ്കാല എന്ന പുണ്യക്കാഴ്ചയിലേക്കാണ്. ഭക്തിയുടെ ലഹരിയിലാണ് തലസ്ഥാന നഗരം. കാപ്പുകെട്ടി ഭഗവതിയെ കുടിയിരുത്തിയതു മുതൽ പ്രാർത്ഥനയുമായി ഭക്തലക്ഷങ്ങൾ പൊങ്കാലയുടെ പുണ്യദിനത്തിനായി കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഭക്തർ ബന്ധുവീടുകളിലും ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലങ്ങളിലുമായി പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കി കഴിഞ്ഞു. 30 ലക്ഷത്തിലധികം പേർ പൊങ്കാല അർപ്പിക്കാനെത്തുമെന്നാണ് കരുതുന്നത്. നാളെ രാവിലെ 9:45 അടുപ്പ് വെട്ടും. അതിനുശേഷം ക്ഷേത്രതന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം മേൽശാന്തി അനീഷ് നമ്പൂതിരിക്ക് കൈമാറും. വലിയ തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ പകർന്ന ശേഷം അദ്ദേഹം അത് സഹമേൽശാന്തിക്ക് കൈമാറും. തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലും തീ തെളിക്കും. അതോടെ ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമുള്ള ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകരും. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. നാളെ ചന്ദ്രഗ്രഹണമായതിനാൽ 3:10 നട അടയ്ക്കും. രാത്രി 7 മണി വരെ ദേവീ ദർശനം ഉണ്ടായിരിക്കില്ല. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പോലെ ആറ്റുകാൽ പൊങ്കാലയും തകർക്കാനുള്ള പിണറായി സർക്കാരിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും നീക്കം തീക്കളിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്. നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ട് വരും. BJPയോടൊപ്പം നഗരത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളും ഇതിൽ അണിചേരും. കുടിവെള്ളം മുടക്കി ആറ്റുകാൽ പൊങ്കാലയെ തകർക്കാമെന്ന വ്യാമോഹം പിണറായി സർക്കാരിന് വേണ്ട. മുൻപ് സമാനമായ രീതിയിൽ പൊങ്കാല സമയത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടായപ്പോൾ കൊല്ലത്ത് നിന്നും മറ്റും വെള്ളം എത്തിച്ച് വിതരണം ചെയ്ത് പൊങ്കാല ഭംഗിയായി നടത്തിയ പാരമ്പര്യം തിരുവനന്തപുരത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്നും സുരേഷ് പറഞ്ഞു. മഞ്ഞുമൽ ബോയ് സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. 2022 യുവതിയുടെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ ആഴ്ചയാണ് യുവതി പോലീസിൽ ചിദംബരത്തിനെതിരെ പരാതി നൽകിയത്. BNS 74, 75, 79 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എളംകുളത്ത് യുവതി താമസിക്കുന്ന ഫ്ളാറ്റിൽ അതിക്രമിച്ചു കടന്നെന്നും ഉപദ്രവിച്ചെന്നുമാണ് പരാതി. ഖത്തറിലെ ഇറാൻ ആക്രമണത്തിൽ ഒരു മലയാളിക്ക് പരിക്ക്. തൃശൂർ സ്വദേശിക്കാണ് പരിക്കേറ്റത്. കാലിനാണ് പരിക്ക്. ഇന്നലെയുണ്ടായ ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്ന് പ്രവാസി സംഘടനകൾ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. അവശ്യകാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് അടിയന്തരമായി മരുന്നുൾപ്പെടെ ആവശ്യപ്പെട്ട് ബഹ്റൈനിൽ നിന്നും പ്രവാസികൾ നോർക്ക റൂട്ട്സിൽ ബന്ധപ്പെട്ടു. ഇവർക്ക് ലോക കേരള സഭാംഗങ്ങളുടെ പിന്തുണയിൽ വേണ്ട സഹായം ലഭ്യമാക്കി. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ നഷ്ടമായവർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനുള്ള സഹായങ്ങളും നൽകി. ബഹ്റൈനിൽ സർക്കാർ ഷെൽട്ടറുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ പ്രവാസികളിലേക്ക് എത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചു. ബഹ്റൈനിൽ നോർക്ക റൂട്ട്സ് പ്രതിനിധികളും ലോക കേരള സഭ അംഗങ്ങളും ഉൾപ്പെടുന്ന പ്രത്യേക ഹെൽപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ UAEയിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾക്ക് അടിയന്തരമായ സഹായങ്ങളും മലയാളി സംഘടനകൾ, ലോക കേരള സഭാംഗങ്ങൾ എന്നിവർ മുഖേന ലഭ്യമാക്കി. കീഴില്ലത്തെ യുവതിയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കീഴില്ലം പണിക്കരമ്പലം സ്വദേശി കരുനാലിൽ ജോയിയുടെ മകൾ ജിബിമോൾ ജോയ് ആണ് കൊല്ലപ്പെട്ടത്. 36 വയസ്സായിരുന്നു. കൂടെ താമസിച്ചിരുന്ന കോതമംഗലം രാമല്ലൂർ ഇടത്തുംകുടി ലൈജുവിനെ സംഭവത്തിന് ശേഷം വാഹനാപകടത്തിൽ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11:30യോടെയാണ് സംഭവം. കീഴില്ലം ഷാപ്പുംപടിയിലെ പെട്രോൾ പമ്പിന് സമീപം ഹോട്ടൽ നടത്തിവരികയായിരുന്നു ഇരുവരും. ഹോട്ടലിന് പിന്നിലെ മുറിയിലാണ് ഇവർ 7 വയസ്സുള്ള മകനൊപ്പം താമസിച്ചിരുന്നത്. പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ 3 മലയാളികൾ കുടുങ്ങി. പാലക്കാട് കൊടുമ്പ സ്വദേശി കൃഷ്ണദാസ് നാഗല്ലൂർ, ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, മകൾ സ്മൃതി മേനോൻ എന്നിവരാണ് കുടുങ്ങിയത്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ. സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് വിമാനം പാത മാറ്റുകയും കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയുമായിരുന്നു. ഇവർ കുവൈറ്റിൽ നിന്നുള്ള ലോക കേരള സഭാംഗം വഴി നോർക്ക റൂട്ട്സിനെ ബന്ധപ്പെട്ടു. പിന്നാലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇവരെ ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതായി സർക്കാർ അറിയിച്ചു. വയനാട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വരികയായിരുന്ന കേരള RTC ബസ്സിന് നേരെ കുടകിൽ ആക്രമണം. തോക്കുമായി കാറിൽ വന്നയാളാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഗോണിക്കൊപ്പയ്ക്ക് സമീപം പൊന്നമ്പേട്ടിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ബസ്
കാറിൽ തട്ടിയെന്ന് ആരോപിച്ചെന്നായിരുന്നു ആക്രമണം. കാറിലെത്തിയ അക്രമി യാതൊരു പ്രകോപനവുമില്ലാതെ ബസ്സിനെ മറികടന്നു വന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് കാറിൽ നിന്ന് തോക്കെടുത്ത് ബസ്സിന് നേരെ നീട്ടി വെടിയുതിർക്കുമെന്ന് ഭീഷണി മുഴക്കി. ഭയന്ന് ബസ് യാത്രക്കാരും ബസ് ജീവനക്കാരും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. അക്രമി കാർ റോഡിൽ തന്നെ ഏറെ നേരം നിർത്തിയിട്ടിരുന്ന് ഗതാഗത കുരുക്കുണ്ടാക്കി. മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാർ ഇടപെട്ട് പ്രശ്നം പറഞ്ഞു തീർത്തെങ്കിലും ബസ് വീണ്ടും യാത്ര തുടർന്നതോടെ ഇയാൾ പിന്നാലെ എത്തി ഭീഷണിപ്പെടുത്തൽ തുടർന്നു. കാറിനകത്തു നിന്നും ഇരുമ്പ് വടിയെടുത്ത് ബസ്സിന് നേരെ എറിയുകയും ചെയ്തു. ഇതോടെ ജീവനക്കാർ ബസ് നിർത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോഴേക്കും അക്രമി കാറുമായി മുങ്ങി. ബസ് ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അക്രമിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. യാത്രക്കാരെ പിന്നാലെ വന്ന മറ്റു ബസ്സുകളിൽ ബംഗളൂരുവിലേക്ക് കയറ്റിവിട്ടു. ഇതേ പാതയിൽ കേരള RTC ബസ്സുകൾക്കും മറ്റ് യാത്രാ വാഹനങ്ങൾക്കും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. മുരുക ഭഗവാന്റെ ഭക്തർക്കൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ച് തിരുപ്രംകുന്നം അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തി. ഇന്നലെ വൈകിട്ട് 4-ന് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. തുടർന്ന് ദർശനവും പൂജയും നടത്തി. തിരുപ്രംകുന്നത്തെ കൽത്തൂണിൽ ദീപം തെളിയിക്കാൻ കഴിയാത്തത് മനംനൊന്ത് ജീവത്യാഗം ചെയ്ത P. പൂർണ്ണചന്ദ്രന്റെ ഭാര്യ ഇന്ദുമതിയും മക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. DMK സർക്കാരിന്റെ നിരുത്തരവാദപരമായ നടപടി മൂലമാണ് പൂർണ്ണചന്ദ്രന്റെ നഷ്ടമായത്. അവർ എന്ത് ചെയ്താലും സത്യം വിജയിക്കും, മുരുകഭക്തർ വിജയിക്കും, പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനെതിരായ US-ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളും തുടർന്നുണ്ടായ പ്രാദേശിക സംഘർഷങ്ങളും അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 28-ന് ഇറാനിൽ നടന്ന വ്യോമാക്രമണങ്ങളെക്കുറിച്ചും തുടർന്നുള്ള നിരവധി ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങളെക്കുറിച്ചും CCSന് വിശദീകരണം നൽകിയതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മേഖലയിലുടനീളമുള്ള വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സുരക്ഷയിലും ഉന്നതതല പാനൽ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയെ തുടർന്ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച കുറഞ്ഞത് 100 അന്താരാഷ്ട്ര വിമാനങ്ങൾ വരവും പോക്കും റദ്ദാക്കി. തുടർച്ചയായ 2ാം ദിവസവും പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള വിമാനങ്ങൾ മുടങ്ങിയതിനാൽ 100 കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയതായി മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടും യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി. ബദൽ മാർഗങ്ങൾ തേടാൻ അവർക്ക് ടിക്കറ്റിംഗ് കൗണ്ടറുകൾക്ക് മുന്നിൽ ക്യൂ നിന്നു. മുൻകരുതൽ നടപടിയായി കാശ്മീർ താഴ്വരയിലെ എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും 2 ദിവസത്തേക്ക് അടച്ചിടാൻ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് കാശ്മീർ സർവകലാശാലയും ഇപ്പോൾ നടത്തിവരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം. ലബനീസ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള അതിർത്തി കടന്ന മിസൈലുകൾ വിക്ഷേപിച്ചതിനു പിന്നാലെ തിരിച്ചടിച്ച് ഇസ്രായേൽ. ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ട്. 1 വർഷത്തിലേറെയായി ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുക്കുന്നത് ഇതാദ്യമായാണ്. ആക്രമണങ്ങളിൽ ചിലത് തടഞ്ഞെന്നും മറ്റു ചിലത് തുറസായ സ്ഥലങ്ങളിലാണ് പതിച്ചതെന്നും എന്നാൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ടെഹ്റാനിലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടുന്നതായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചു. കൂടാതെ ഇറാന്റെ ഭീകരാക്രമണങ്ങളിൽ ഔപചാരിക പ്രതിഷേധം അറിയിക്കാൻ അബുദാബിയിലെ ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. UAEയിലെ 2 പ്രധാന എക്സ്ചേഞ്ചുകളായ അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ADX, ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് DFM എന്നിവയിലെ വ്യാപാരം മാർച്ച് 3 ചൊവ്വാഴ്ച വരെ നിർത്തിവച്ചിരിക്കുന്നു. അതേസമയം ഇറാനിയൻ ആക്രമണങ്ങളിൽ UAE 3 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരായ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ആഴത്തിൽ തുളച്ചു കയറുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകൾ, F-35 യുദ്ധവിമാനങ്ങൾ, ആണവ ശക്തിയുള്ള വിമാനവാഹിനി കപ്പലുകൾ എന്നിവയുൾപ്പെടെ അമേരിക്ക അതിന്റെ ഏറ്റവും നൂതനമായ ചില ആയുധങ്ങളും നിർണായക സൈനിക ആസ്തികളും വിന്യസിച്ചതായി US സൈന്യം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.